ഹലോ ഫ്രണ്ട്സ്. അനിയനും അനിയൻ്റെ വൈഫും ബാംഗ്ലൂരിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മളച്ഛനും എല്ലാവരും കൂടി പൊന്മുടിക്ക് ടൂർ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ രാവിലെ ഒരു 4:30-5 മണിയായപ്പം എല്ലാവരും പോകാനുള്ള പരിപാടിയിലാണ്. അമ്മയാണ് എല്ലാം പൂട്ടി ലൈറ്റൊക്കെ അണച്ചോന്ന് നോക്കി വന്നിരുന്ന്. അങ്ങനെ അനിയനാണ് വണ്ടി ഓട്ടിക്കുന്നത്. ഞങ്ങളങ്ങനെ പയ്യെ പൊന്മുടിക്ക് യാത്ര തിരിച്ചു. നിലമേലിലെ വഴിയാണ് നമ്മൾ പൊന്മുടിക്ക് പോകുന്നത്. എനിക്ക് കാല് വയ്യാത്തത് കൊണ്ട് അനിയൻ തന്നെയാണ് ഫുൾ ടൈം വണ്ടി ഓടിച്ചത്. മേഘ അവിടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ നൈസിന് അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു, നല്ല ഹോട്ടലായിരുന്നു. അങ്ങനെ പയ്യെ പൊന്മുടിയിലേക്ക് യാത്ര തുടങ്ങി. അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരവും കൂടെ ഉള്ളായിരുന്നു പൊന്മുടി എത്താൻ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് തുടങ്ങി. ഞാൻ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അങ്ങനെ ഏറ്റവും ബാക്കിൽ ഞാനായിരുന്നു. എൻ്റെ കാല് വയ്യാത്തത് കൊണ്ട് അവർ പടപടാ കയറിപ്പോയി. അങ്ങനെ ഒരുവിധം ഞങ്ങൾ മുകളിലെത്തി. നല്ല ക്ലൈമറ്റായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ അവിടെ ചിലവഴിച്ചു. നല്ല രസമായിരുന്നു. മേഘ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. എനിക്ക് കാല് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ നൈസിന് എന്നെ നോക്കി ബാക്കിൽ ഇങ്ങനെ വരികയായിരുന്നു. എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ മേളിൽ കയറി പോയില്ല. ഇത് അനിയൻ അപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ വീഡിയോ എടുത്തതാണ്. പിന്നെ അനിയൻ്റെ ഭാര്യ എല്ലാവരും ഉണ്ടായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. പൊന്മുടി അടുത്ത കാലത്ത് പോയതിൽ ഏറ്റവും നല്ല ട്രിപ്പായിരുന്നു. എന്നെ ഇങ്ങനെ പയ്യെ മേഘ നൈസിന് പൊക്കി പിടിച്ചോണ്ടിരുന്ന. അങ്ങനെ തിരിച്ച് പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി വഴിയോരക്കടയിൽ ചെന്ന് അവരെല്ലാവരും ഊണ് കഴിച്ചു. എനിക്ക് ഊണ് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ 2 പൊറോട്ടയാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ ഞങ്ങൾ നൈസിന് തിരിച്ച് പാലരുവി പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അനിയൻ പറഞ്ഞു എന്നാൽ നമുക്ക് ജഡായിപ്പാറ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജഡായിപ്പാറയിലേക്ക് സെറ്റ് ചെയ്തു. ജഡായിപ്പാറയുടെ ആംബിയൻസും അതിൻ്റെ എക്സിക്യൂഷനൊക്കെ നല്ലതായിരുന്നു. ആസ് എ സിവിൽ എൻജിനീയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാല് വയ്യാത്തതുകൊണ്ട് ഏറ്റവും ബാക്കിൽ തന്നെ ആയിരിക്കണമല്ലോ ഞാൻ. അങ്ങനെ മേഘ ഞാൻ ബാക്കിൽ വരുന്നുണ്ടോ എന്ന് നൈസിന് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നടന്ന് സ്റ്റെപ്പ് കയറാൻ 831 സ്റ്റെപ്പാണ് ഉള്ളത്. സ്റ്റെപ്പ് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കേബിൾ കാർ വഴി പോവാം. അതിനുള്ള ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 550 രൂപയായി. നൈസിന് ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്ത് പയ്യെ കേബിൾ കാറിലേക്ക് കയറാനായിട്ട് അവിടുത്തെ സീറ്റിൽ വന്നിരുന്നു. അവിടെ ഒരുപാട് പേര് അതിൽ നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു തരും. അത് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. ഈ കേബിൾ കാർ വഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല ബ്രില്യൻ്റായിട്ടാണ് എക്സിക്യൂഷൻ ചെയ്തേക്കുന്നത്. നല്ല വർക്ക്, നല്ല നീറ്റ് എക്സിക്യൂഷനായിരുന്നു. അവിടെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും എങ്ങനെ കയറണം, അവിടെ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതും നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര ഹൈറ്റിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന ചേച്ചി നമുക്ക് നല്ല ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നു. എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് അമ്മയെ എങ്ങനെ കയറുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അമ്മയെ ആദ്യം കയറ്റി, പിന്നെയാണ് ഞാൻ കയറിയത്. പയ്യെ ലക്ഷ്മിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്കത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. അച്ഛനും അങ്ങനെ കയറിപ്പോകുന്നത് നല്ലൊരു അനുഭവമായിരുന്നു. ഒരിക്കലും സത്യത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ അടുത്ത് ഇങ്ങനൊന്നും ഉണ്ടായിട്ട് ഏകദേശം 3-4 കൊല്ലമായി എടുത്തു ഞങ്ങളിവിടെ വരെ. മേളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അതിഭയങ്കരമായിരുന്നു. ഒരു രക്ഷയില്ലാത്തതായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ ഡയലോഗൊക്കെ അടിച്ച് ഇങ്ങനെ പയ്യെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല രസമായിരുന്നു. വേറൊരു വൈബായിരുന്നു. അങ്ങനെ മേഘയ്ക്കും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ലക്ഷ്മിയാണെങ്കിൽ അവിടെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. ഇതിന് പിന്നെ ഒരു ഇതുമില്ല. അമ്മയും അമ്മയ്ക്കും ധൈര്യമൊക്കെ കുറവുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ റോപ്പിൻ്റെ ഇതിൽ ആ പാറയിൽ കുറേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈസിന് ഞങ്ങൾ ജഡായിപ്പാറയെല്ലാം കണ്ട് അങ്ങനെ ഞങ്ങൾ 12D ഇത് കാണാനായിട്ട് കയറി. അച്ഛനും പേടിയുണ്ടായിരുന്നെങ്കിൽ അച്ഛനും കയറി. അങ്ങനെ ഞങ്ങൾ കയറി കണ്ടു. നല്ല രസമായിരുന്നു. അതും
ഞാൻ ആദ്യമായിട്ടാണ് ടൊള്ളിയുടെ വീഡിയോ ഒക്കെ കാണുന്നത്. പക്ഷേ അവിടുത്തെ സീറ്റിംഗ് ആയാലും അറേഞ്ച്മെൻ്റ് ആയാലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല എക്സിക്യൂഷനായിരുന്നു. ജഡായി പറയില്ല അതാണെങ്കിലും ടൊള്ളി ആയാലും നല്ല പയ്യെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരും ക്ഷീണിച്ച്